ശനിയാഴ്ച ദിവസം രാവിലെ 4:40 ആയപ്പോഴത്തേക്ക് ഞാൻ കുളിച്ചിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട്. ഞാൻ കുളിച്ചിട്ട് റെഡിയായി വന്ന് മക്കൾക്കുള്ള കുറച്ച് ഫുഡിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ പുട്ടും പഴമാണ് അവർക്ക്. അപ്പോൾ പുട്ടെല്ലാം കുഴച്ച് വെച്ചു, പൊടിയെല്ലാം കുഴച്ച് വെച്ച് ചായ ഉണ്ടാക്കി വെച്ചു. അവർക്ക് പുട്ടും പാലും പഴവും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചായ എന്ത് വെച്ചു, പാലും ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞാൻ പോകാനായിട്ട് ഈ ബാഗാണ് കൊണ്ടുവന്നത്. ഈ ബാഗിനകത്ത് ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ കരാട്ടയുടെ ഒരു വെപ്പൺ കൊണ്ടുപോകുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നിനും വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. കാരണം ഞാൻ തനിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തിന് വേണ്ടി, അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പോകുന്ന വഴിക്ക് സ്ട്രീറ്റ് ഡോഗ്സ് കാണും, പിന്നെ തനിച്ചാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ഒരു കുട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ ഡബ്ബ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗാലി ഡബ്ബയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് മൈലാപ്പൂർ സായി കോവിലിലേക്കാണ്. അപ്പം ഞാനിതിപ്പോൾ 7ാമത്തെ തവണയാണ് സായി കോവിലിൽ ഞാനിപ്പോൾ തന്നെ പോകുന്നത്. അപ്പം അത് ഒരു ടവലും എടുത്തിട്ടുണ്ട്, ഒരു വിയർപ്പ് തുടയ്ക്കാനായിട്ട് ഒരു ടവലും എടുത്തിട്ടുണ്ട്. കുറേ നടന്നല്ലേ പോകുന്നത്, നമുക്ക് ഏകദേശം 8.5 കിലോമീറ്ററോളം വരും. 4:50 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങുകയാണ്, ഷൂ ഒക്കെ ഇട്ട് ഞാൻ പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ ചോദിക്കാം, നിങ്ങൾക്ക് കാറിന് പോയിക്കൂടെ എന്ന് ചോദിക്കാം. പക്ഷേ ഞാൻ കാറിന് പോകാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേക്കാണ് ആദ്യമായിട്ട് മൈലാപ്പൂർ സായി കോവിലിൽ ഞാൻ നടന്നു പോകുന്നത്. ആദ്യമായിട്ടല്ല, അത് ഞാൻ 3rd ടൈം നടന്നു പോകുന്ന അന്നേരമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു അന്ന് ഞാൻ പോയത്. ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു നമുക്ക് നടന്ന് എല്ലാ മാസവും പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത മാസം കൂടെ, അത് കഴിഞ്ഞിട്ട് ജൂണിൽ കൂടെ. അപ്പം ഞാൻ മലയാള മാസ കണക്ക് വെച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവരുടെ കണക്കിൽ അവർ ഇംഗ്ലീഷ് മാസമാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അത് 2ാമത്തെ മാസവും ഞങ്ങളങ്ങനെ നടന്നു പോയി. 3ാമത്തെ മാസം ആയപ്പോഴത്തേന് അവർക്ക് 2-3 പേർക്ക് ബുദ്ധിമുട്ടായി, നടക്കാനായിട്ട് ബുദ്ധിമുട്ടായി. അത് കാരണം അവർ ഓട്ടോ വിളിച്ചു പോയി. അത് കഴിഞ്ഞ് 4ാമത്തെ മാസം വിളിച്ചപ്പോഴത്തേന് എല്ലാവർക്കും ഓരോരോ കാരണങ്ങളിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ശരിയെന്ന് ഞാൻ തനിയെ നടന്നുപോയി. പിന്നെ ഇതിപ്പോൾ 7ാമത്തെ തവണയാണ് ഞാൻ പോകുന്നത്. അത് പിന്നെ 4 തവണ ഞാൻ തനിയാണ് നടന്നു പോകുന്നത്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. വഴിയിൽ നല്ല ട്രാഫിക്കുണ്ട്, സ്ട്രീറ്റ് ലൈറ്റ്സ് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. മെട്രോ വർക്ക് നടക്കുന്നത് കാരണം മാത്രം 7.7 കിലോമീറ്റർ എന്നുള്ളത് 8.5, 8.4 ഒക്കെ ആവാറുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാരണം, വഴി മാറുന്നത് കാരണം. ഇത് ജെമിനി ഫ്ലൈ ഓവറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ക്രോസ് ചെയ്ത് നമ്മൾ അടുത്ത ഫ്ലൈ ഓവർ കയറി ഇറങ്ങും. താഴെ കൂടെ വേണമെങ്കിലും പോകാം, പക്ഷേ ഞാൻ ഫ്ലൈ ഓവർ കയറി ഇറങ്ങിയാണ് പോകുന്നത്. കാരണം എനിക്ക് നടക്കുന്നത് ഇഷ്ടമായതുകൊണ്ട്. അങ്ങനെ ഞാൻ മെയിൻ റോഡിൽ നിന്ന് ചെറിയ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടായിട്ടാണ് നമ്മുടെ ശ്രീരാമകൃഷ്ണ മഠം ഉള്ളത്. മഠമുണ്ട്, അപ്പുറത്തായിട്ട് വിവേകാനന്ദ കോളേജും ഉണ്ട്. പോകുന്ന വഴിക്ക് അത് കാണാം. പിന്നെ ഞാൻ ഒത്തിരി നേരം നിന്ന് വീഡിയോ എടുത്തില്ല, വേഗം അങ്ങ് പോവുകയാണ്. ഞാൻ ചെന്നപ്പോഴത്തേനും കറക്റ്റ് ആരതിയുടെ സമയമായിരുന്നു, രാവിലെ ആരതി ഒഴിയുന്ന സമയമായിരുന്നു സായി കോവിലിൽ. അപ്പോൾ അത് കാരണം എനിക്കത് മിസ്സായി ഞാൻ ചെന്നപ്പോഴത്തേക്കിന്. പക്ഷേ എനിക്ക് അതിൻ്റെ കർപ്പൂരെല്ലാം തൊഴാൻ പറ്റി. അകത്ത് വീഡിയോ അലൗഡ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഇത്രയും ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നുള്ളൂ. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. പിന്നെ ഞാൻ തിരിച്ചവിടുന്ന ഓട്ടോയിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ഗാലി ഡബ്ബ എടുത്തിരുന്നല്ലോ. അതെടുത്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായി കോവിലിൽ നിന്ന് പ്രസാദമായിട്ട് എപ്പോഴും പൊങ്കൽ കിട്ടാറുണ്ട്. അത് കൊണ്ടുവരാനായിട്ടാണ് ഞാനതെടുത്തത്. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞു. അധികമൊന്നും വിയർത്തിട്ടൊന്നുമില്ല. തണുപ്പ് തുടങ്ങുന്ന സമയമായതുകൊണ്ട് അധികമൊന്നും വിയർത്തിട്ടൊന്നുമില്ല. നല്ല ഒരു ഡിസ്റ്റർബൻസും, ഒരു ബ്ലോക്കും, റോഡ് ബ്ലോക്കാവുമോ പിന്നെ സിഗ്നൽ കൊണ്ട് നിൽക്കേണ്ടി വരും, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുന്ന് അവിടെ വരെ 8,200 സ്റ്റെപ്സ് എടുത്തു. 8,400 സ്റ്റെപ്സ്, 8.4 കിലോമീറ്റർ ഉണ്ടായിരുന്നു. സാധാരണ അവിടെ വരെ പോകുമ്പോൾ 7.7 കിലോമീറ്ററാണ് ഉണ്ടാവാറ്. കുറേ ഞാൻ പറയാം, മെട്രോയുടെ വർക്കുകൾ നടക്കുന്ന കാരണമാണ് ഇത്രയും സ്റ്റെപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ പോകേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് 8.4 കിലോമീറ്റർ ആയത്. അതുകൊണ്ട് കുറച്ചുകൂടെ സമയം എടുത്തു. നമ്മൾ ജോഗിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ നടക്കാം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിലോട്ട് പോകല്ലേ, നമ്മൾ അധികം വിയർത്ത് കുളിച്ച് പോകണ്ടെന്ന് വെച്ചിട്ട് ഒരു മീഡിയം സ്പീഡിലാണ് ഞാൻ പോയത്. ഫ്രണ്ട്സിനോടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാൾ സ്പീഡ് കുറയും. കാരണം ഞങ്ങൾ 3-4 പേരില്ലേ, അപ്പം ഓരോരുത്തർക്കും നടക്കുന്നതിൻ്റെ സ്പീഡ് കുറവും കൂടുതലൊക്കെ ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒരേപോലെ കമ്പനിയായിട്ട് പോകാനായിട്ട്, ജോയിൻ ചെയ്ത് പോകാനായിട്ട് ചിലർ സ്പീഡുള്ളവർ പോലും സ്പീഡ് കുറച്ച് നടന്നു. അപ്പോൾ ചിലപ്പോൾ ഇതിനേക്കാളും സമയം കൂടുതലെടുക്കും. അപ്പം ഞാൻ തനിയായതുകൊണ്ട് എങ്ങും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അതുകൊണ്ട് ഒരു വെള്ളം പോലും എടുക്കാതെ പോയത്. ഒരു കുഴപ്പമില്ലായിരുന്നു. ഒന്ന് വിയർത്തിട്ട് പോലും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അത്ര നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കുറച്ചിടത്ത് മാത്രം ഇച്ചിരി പൊടി ഡ്രില്ല് ചെയ്ത് റോഡൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ട് മെട്രോ വർക്ക് നടക്കുന്നതുകൊണ്ട് കുറച്ച് പൊടി ഉണ്ടായിരുന്നു. അതല്ലാതെ അത് വെളുപ്പിനെ ആയതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. മുക്കിലോട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ.
അല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല യാത്രയായിരുന്നു. നമ്മൾ ഇതുപോലൊക്കെ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമല്ല, നമ്മളൊരു സമയത്ത് നാളെ കിടന്നു കഴിഞ്ഞിട്ട് അയ്യോ പോകണ്ടായിരുന്നു, നടന്നുകൊണ്ടിരുന്ന സമയത്ത് പോകണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ലല്ലോ. ഇപ്പം നമുക്ക് എത്ര ആരോഗ്യമുണ്ടോ അത്രത്തോളം നമ്മളിതൊക്കെ ഇങ്ങനെ ചെയ്യും. ഇതൊക്കെ ആർക്കും ബുദ്ധിമുട്ടുള്ള 10 പൈസ ചിലവുള്ള കാര്യമല്ല. തിരിച്ചിങ്ങോട്ട് വരാൻ മാത്രം എനിക്ക് 113 രൂപ എങ്ങാണ്ട് ഓട്ടോ കൂലിയായി. തിരിച്ചുകൂടെ നടന്നു വരാൻ നിന്ന് കഴിഞ്ഞാൽ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ തന്നെയല്ല നമുക്കത് പറ്റത്തില്ല. അത്രയും നടന്ന് അവിടെ പോയി അമ്പലത്തിലെല്ലാം തൊഴുത് കഴിഞ്ഞിട്ട് തിരിച്ച് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് കാരണം അത്ര ഒരു ചിലവായി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. രാവിലെ എഴുന്നേറ്റ് നടക്കുക എന്നുള്ള നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. പിന്നെ മാനസികമായിട്ട് നമുക്കൊരു സന്തോഷം, നമുക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു വളരെ നല്ല സന്തോഷമല്ലേ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം നമ്മളാവുന്ന കാലത്ത് ഇതുപോലുള്ള എക്സ്പെരിമെൻറ്റുകൾ ചെയ്ത് മുമ്പോട്ട് പോവുക നോക്കുക മാക്സിമം, പറ്റുന്നവരെ കൊണ്ട്. പറ്റാത്തവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പറ്റുന്ന ആരോഗ്യമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ മടി പിടിച്ചിരിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ സേഫാണ്. ഞാൻ പോയിടത്തൊന്നും ആരുടെ ഒരു ബുദ്ധിമുട്ട് പോലും, ഇവിടെ സ്ട്രീറ്റ് ഡോഗ്സ് പോലും നമ്മളെ കുറച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും അങ്ങനെയുള്ള ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആൾക്കാരെ കൊണ്ടുള്ള ശല്യം ഉണ്ടായിട്ടില്ല. നമ്മൾ പോകുമ്പോൾ ഞാൻ തനിച്ചാണല്ലോ പോയത്. ജോഗിങ്ങിനൊക്കെ പോകുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂട്ടമായിട്ടാണ് പോകുന്നത്. പിന്നെ സൈക്ലിങ്ങിന് പോകുന്നവരും അവരൊരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആളുണ്ട് കൂടെ. അവരുടെ കയ്യിൽ എപ്പോഴും പിന്നെ വെള്ളമൊക്കെ കാണും. ഞാൻ എല്ലാ തവണയും പോകുമ്പോൾ വെള്ളം കൊണ്ടു, ഇത്തവണയും പോയപ്പോൾ വെള്ളം കൊണ്ടില്ല. കാരണം അതുകൂടെ പൊക്കിക്കൊണ്ട് നടക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന സമയത്ത് നമ്മളിതൊക്കെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. നിങ്ങളെ കൊണ്ട് കഴിയുമ്പം ഇതൊക്കെ ചെയ്യുക. അതൊന്നും വട്ടുമൂത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആണെന്ന് ആരും വിചാരിക്കരുത്. നമ്മുടെ ഒരിഷ്ടം, നമുക്കൊരു സമാധാനം, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ ലൈഫിൽ. എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി കൂടെ ചെയ്തു എന്നൊരിത്, അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ഇതുപോലെ നിങ്ങളെ കൊണ്ടാവുമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.